വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പാല്, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, നെയ്യ്, ഏലക്കായ്, പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇളനീർ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇളനീരിൻ്റെ കാമ്പ് മാത്രമായിട്ട് ഒരു ബൗൾ നിറയെ വേണം. പിന്നെ ഇളനീറും അതിൻ്റെ വെള്ളവും കൂടിയിട്ടുള്ളത് അതും ഒരു ബൗളിൽ നിറച്ചെടുത്തിട്ടുണ്ട്. ഇളനീറിന് നമ്മൾ പായസത്തിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല ഇളനീർ തന്നെ നോക്കിയെടുക്കണം. അധികം കട്ടിയാകാത്ത ആ ഒരു പാകത്തിനുള്ള ഇളനീറാണ് എടുക്കേണ്ടത്. ഇളനീർ ഒരു ബൗളിലുള്ളത് നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്ത് വെക്കാം. പിന്നെ ഒരു ബൗളിലുള്ള നമ്മൾ വെള്ളവും അതുപോലെ തന്നെ പിന്നെ ഇളനീറും കൂടിയിട്ട് എടുത്തിട്ടുള്ളത് നമുക്കത് പൾപ്പാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് പൾപ്പാക്കി എടുക്കേണ്ടത്. വെള്ളം ഒന്നും ചേർക്കണ്ട, ഇളനീറിൻ്റെ വെള്ളം തന്നെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി വേണ്ടത് പാല് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തത്. പാലിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആ പഞ്ചസാരയിൽ തന്നെ കുറച്ച് ബാക്കി വെച്ചിട്ടാണ് നമ്മൾ പൾപ്പ് അരക്കുന്ന സമയത്ത് ചേർത്തത്. അപ്പോൾ ടോട്ടൽ എടുക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാരൻ്റെ അളവ് കൂട്ടുക കുറക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം, ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചേർത്തത് കറക്റ്റ് മധുരമാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് ഇത് കഴിക്കാൻ, അപ്പം കറക്റ്റ് മധുരമായിരിക്കും. പാല് നമ്മളൊരു 10-15 മിനിറ്റ് ഇതുപോലെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം. അതായത് നമ്മളിതിൽ മിൽക്ക് മെയ്ഡോ പാൽപ്പൊടിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ പാലിൻ്റെ റിയൽ ടേസ്റ്റ് തന്നെ നമ്മളിതുപോലെ വറ്റിച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇളനീർ പായസത്തിന് നമ്മൾ കിട്ടുന്നത്. ഈസിയായിട്ട് ചെയ്യുന്നതാണെങ്കിലും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം, പാൽപ്പൊടി ആഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് ഒരു 15 മിനിറ്റ് ഇതുപോലെ സിമ്മിലിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. പൾപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരണം. പൾപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം വേഗം അടിക്ക് പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു തിള വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പീസസ് ഇതിലിട്ട് കൊടുക്കാം. അത് നമ്മൾ ചേർക്കുന്നത് നമുക്ക് ഇളനീരിൻ്റെ ആ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു കപ്പാണ് എടുത്തത്. ആ 1 കപ്പ് ഇളനീർ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇളനീരിൻ്റെ പീസ് ഇതിലിട്ട് കൊടുക്കാം. അധികം വലിയ സൈസ് അല്ലാണ്ട് ഒരു നേർങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. പായസം ഏകദേശം റെഡിയായി. ഇനി അധികം പണിയൊന്നുമില്ല. നമുക്ക് അണ്ടിപ്പരിപ്പും ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ഇടണം, അത്രേ പണിയുള്ളൂ. ഇനിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം. ഗീയിൽ ഞാനിവിടെ 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അതെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ആ ചൂടോടുകൂടി തന്നെ അതിലേക്ക് വറുത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ 2-3 ഏലക്കായ് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലാണ് നമ്മൾ ഏലക്കായ് ഏത് പായസത്തിന് ചേർക്കുമ്പോൾ ലാസ്റ്റ് ചേർക്കുന്നതായിരിക്കും നല്ലത്, കാരണം അതിൻ്റെ ആ ഫ്ലേവർ നമുക്ക് ഫുള്ളും പായസത്തിൽ കിട്ടണമെങ്കിൽ ലാസ്റ്റായിരിക്കും ചേർക്കുന്നത് നല്ലത്. ഇപ്പോൾ 2-3 ഏലക്കായ് പൊടിച്ചത് തൊലി കളഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ്, നമ്മൾ ഏത് പായസം ഉണ്ടാക്കുന്നതാണെങ്കിലും ഒരു നുള്ളു ഉപ്പ് നമ്മൾ ഇടുന്നതാണെങ്കിൽ പായസത്തിൻ്റെ ആ ഒരു മധുരം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ചൂടെല്ലാം മാറിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട്
ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ആ പായസം കുറച്ച് നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പാകത്തിന് വന്നിട്ടുണ്ടാവും. കാരണം നമ്മളതിൻ്റെ പൾപ്പും പാലെല്ലാം നന്നായിട്ട് വറ്റിച്ചിട്ട് എടുത്തിട്ടാണ് നമ്മൾ പായസം റെഡിയാക്കിയത്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് പായസം ഉണ്ടാകാൻ. ഇപ്പോൾ നമുക്ക് ഇത്ര കട്ടി വേണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് കറക്റ്റാണ്. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇളനീർ വെച്ചിട്ട് നമ്മൾ പുഡിങ്ങും അതുപോലെ ജ്യൂസ്, ഷേക്ക് അങ്ങനെയെല്ലാം ചെയ്യുന്നതാണ്. പായസം അങ്ങനെ അധികം ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി ഗസ്റ്റെല്ലാം വീട്ടിൽ വരുന്ന സമയത്ത് ഇളനീർ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.